ഹായ് ഓൾ, നമുക്കിന്ന് CPT അനസ്തേഷ്യ ചാപ്റ്ററിൻ്റെ കുറച്ച് ഗൈഡ് ലൈനുകളും അതോടൊപ്പം അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം എലിമിനേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൈഡ് ലൈനാണ് ഡു നോട്ട് യൂസ് മോഡിഫയർ 47 വിത്ത് അനസ്തേഷ്യ ചാപ്റ്റർ കോഡ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അനസ്തേഷ്യ ചാപ്റ്ററിലെ കോഡുകൾ 0 തുടങ്ങുന്നത് അല്ലേ. എല്ലാ CPT കോഡുകളും 5 ക്യാരക്ടറുകൾ ഉണ്ടാവും, 5 നമ്പർ ആകും. അപ്പോൾ 0 തുടങ്ങുന്ന കോഡുകളെല്ലാം അനസ്തേഷ്യ ചാപ്റ്ററിൻ്റെ ആണ്. അപ്പോൾ ഈ 47 എന്ന് പറയുന്നത് 0 തുടങ്ങുന്ന അനസ്തേഷ്യ ചാപ്റ്ററിൻ്റെ കോഡിൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം ഒരു സർജൻ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ആ സർജൻ തന്നെ അനസ്തേഷ്യ കൊടുത്തു അല്ലേ, പ്രൊവൈഡഡ് ബൈ സർജൻ. അനസ്തേഷ്യ ബൈ സർജൻ എന്നാണ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ അത് അനസ്തേഷ്യോളജിസ്റ്റ് അല്ല, ഒരു സർജനാണ് കൊടുക്കുന്നതെങ്കിലാണ് 47 നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അനസ്തേഷ്യ ചാപ്റ്റർ ഒഴികെ മറ്റുള്ള പ്രൊസീജിയർ കോഡുകളുടെ കൂടെയാണ് 47 വരുന്നത്. അപ്പോൾ അനസ്തേഷ്യ ചാപ്റ്ററിൻ്റെ കൂടെ 47 കണ്ടാൽ എലിമിനേറ്റ് ചെയ്യാം. കാരണം അനസ്തേഷ്യ കോഡ് എഴുതുമ്പോൾ അവിടെ അനസ്തേഷ്യോളജിസ്റ്റിൻ്റെ അനസ്തേഷ്യ ആയി കഴിഞ്ഞു. എപ്പോഴും ആ ഒരു ടിപ്പ് ഓർത്ത് വയ്ക്കുക, അനസ്തേഷ്യ കോഡുകളുടെ കൂടെ 47 വന്നാൽ എലിമിനേറ്റ് ചെയ്യാം. ഇനി 2, നമ്മുടെ അനസ്തേഷ്യ ഗൈഡ് ലൈൻ പാർട്ടിൽ പറയുന്നുണ്ട് ഓഫീസ് സർവീസുകളും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻപേഷ്യൻ്റ് സർവീസുകളൊക്കെ തന്നെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, അനസ്തേഷ്യയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇറ്റ് മീൻസ് ഈ ആൻഡമിൻ്റെ കോഡുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കണ്ട എന്നാണ്. ഈ ആൻഡമിൻ്റെ കോഡുകൾ അല്ലെങ്കിൽ ഈ ആൻഡം സർവീസ് കോഡുകൾ പിന്നെ ഇതിൻ്റെ കൂടെ കൊടുക്കണ്ട എന്നുള്ളതാണ് ആ പറയുന്നത്. അടുത്തത് ക്വാളിഫയിങ് സർക്കംസ്റ്റാൻസസ് ഉണ്ട്. 99100 എന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് സർക്കംസ്റ്റാൻസസ് ഉണ്ട്. ഈ പറയുന്ന ക്വാളിഫയിങ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ കോഡാണ്. അപ്പോൾ നോർമലി നമുക്കൊരു ആഡ് ഓൺ കോഡിൻ്റെ റൂൾ നമുക്കറിയാം. എന്താണ് ആഡ് ഓൺ കോഡ് എന്ന് പറയുന്നത്? പ്രൈമറി ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു അനസ്തേഷ്യ കോഡിൻ്റെ കൂടെയാണ് ഈ പറയുന്ന 99100 കോമയായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഏത് സാഹചര്യങ്ങളിൽ ഈ അനസ്തേഷ്യ കൊടുത്ത പേഷ്യൻറ്റിൻ്റെ ഏജ് എന്ന് പറയുന്നത് 1 വയസ്സിന് താഴെയോ 70 വയസ്സിന് മുകളിലോ അല്ല, യങ്ങർ ദാൻ 1 ഓർ ഓൾഡർ ദാൻ 70 എന്ന് പറയുമ്പോൾ ആ ഏജ് അത്രയും എക്സ്ട്രീം ആണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 99100 കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഏജ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഇതിടണം. ഇതില്ലാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇതിലും ഒരു 1-2 എക്സംഷനുകളുണ്ട് കേട്ടോ. അതായത് നമ്മളെല്ലാ 1 വയസ്സിൻ്റെ താഴെയുള്ളവർക്കും 70 വയസ്സിൻ്റെ മുകളിലെന്ന് ഉള്ളവർക്കെന്ന് പറഞ്ഞിട്ടാണ് ഗൈഡ് ലൈൻ പഠിക്കുന്നത്. എന്നാൽ ഇതിൽ തന്നെ ചില കോഡുകൾക്ക് എക്സംഷൻ ഉണ്ട്. നമുക്കത് എങ്ങനെ നോക്കാം എന്നുള്ളതാണ്. എക്സംഷൻ ആണോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ 1 വയസ്സിന് താഴെ അല്ലെങ്കിൽ ഒരു 10 മാസം എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവിടെ 99100 വന്നില്ല എന്നുള്ള ചില കാറ്റഗറികൾ വരും. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് 00326 എടുക്കാം. അപ്പോൾ ഇതേ കാര്യം 00326 എന്ന് പറയുന്നത് അനസ്തേഷ്യ ഫോർ ലാരിങ്സ് ആൻഡ് ട്രക്കിയയ്ക്കാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുകയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു 10 month ഓൾഡ് ബേബിയാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ കോഡിൻ്റെ കൂടെ 99100 കൊടുക്കില്ല. കാര്യം എന്താണ്, ക്വസ്റ്റ്യന് 10 month എന്ന് പറഞ്ഞിട്ട് നമ്മളത് കൊടുത്തില്ല. കാര്യം എന്താ, ഈ കോഡിൽ തന്നെ അല്ലേ, ഈ കോഡിൻ്റെ തൊട്ട് താഴെ പാരന്തസിസിൽ എന്ത് പറയുന്നുണ്ട്, ഡു നോട്ട് റിപ്പോർട്ട് ദിസ് കോഡ് വിത്ത് 99100 എന്ന് പറയുന്നുണ്ട്. ഈ കോഡിൻ്റെ കൂടെ ആരെ ചേർക്കരുത്, 99100 ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു ഗൈഡ് ലൈനാണ് ഏറ്റവും ലാസ്റ്റ് പോയിന്റിലുള്ളത്, അനസ്തേഷ്യ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഗൈഡ് ലൈൻ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, കാൽക്കുലേറ്റ് ചെയ്യാൻ കോഡിങ് പോലെയും ചോദിക്കാം നമുക്ക്. അപ്പം ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്നുകിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ അനസ്തേഷ്യ ടൈം സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞ് തന്നെ സ്റ്റാർട്ടിങ് ടൈം എടുക്കാൻ തരും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിലോ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്തു എന്നുള്ള രീതിയിൽ തരും. സ്റ്റാർട്ടിങ് നമ്മുടെ കണക്ക് കൂട്ടേണ്ടത് ഒന്നുകിൽ അനസ്തേഷ്യ ടൈം സ്റ്റാർട്ട്സ് എന്ന് ഡയറക്റ്റ്ലി പറയാം, അല്ലെങ്കിൽ പ്രിപ്പയർ എ പേഷ്യൻ്റ് എന്നുള്ളത് പറയാം. ഇതാണ് അനസ്തേഷ്യ ടൈമിൻ്റെ സ്റ്റാർട്ടിങ് കണക്കാക്കേണ്ടത്. എൻഡിങ് എന്ന് പറയുന്നത് ഇതുപോലെ 2 രീതിയിൽ പറയാം. എന്താണ്, പേഷ്യൻറ്റിനെ PAC അതായത് പോസ്റ്റ് അനസ്തേഷ്യ കെയർ യൂണിറ്റിലോട്ട് മാറ്റി, അതല്ലെങ്കിൽ അനസ്തേഷ്യോളജിസ്റ്റ് ഈസ് നോ ലോങ്ങർ ഇൻ പേഴ്സണൽ അറ്റൻഡൻസ് എന്നുള്ളതായിരിക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകിൽ എന്താ വരിക, പ്രിപ്പയർ എന്നായിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത്, അല്ലെങ്കിൽ ടൈം ബിഗിൻസ് എന്ന് തന്നെ വരും. അതുപോലെ എൻഡിങ്ങിന് എന്താ വരിക, PACU അല്ലെങ്കിൽ പേഴ്സൺ അറ്റൻഡൻസിലില്ല അല്ലെങ്കിൽ അനസ്തേഷ്യോളജിസ്റ്റിൻ്റെ പ്രസൻസ് ഇല്ല എന്നുള്ളതായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു 1-2-3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഗൈഡ് ലൈൻസൊക്കെ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർലി മനസ്സിലാവും. ഇത് അനസ്തേഷ്യ ടൈം കാൽക്കുലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഒന്നുകിൽ അനസ്തേഷ്യ ടൈം സ്റ്റാർട്ട്സ് അല്ലെങ്കിൽ പ്രിപ്പയർ എന്ന് പറഞ്ഞിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ കാണുമ്പോഴത്തേക്കും എന്താണ്, അനസ്തേഷ്യ അസസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 10:21 അനസ്തേഷ്യ ടൈം സ്റ്റാർട്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തത് 12:26 ആണെന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് വേണ്ടത് എൻഡ് ചെയ്ത ടൈമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒന്നുകിൽ PACU അല്ലെങ്കിൽ അനസ്തേഷ്യോളജിസ്റ്റിൻ്റെ പ്രസൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതെന്നല്ലേ. അപ്പോൾ സർജറി ബിഗാൻ ചെയ്തു 12:37, സർജറി ഫിനിഷ് ചെയ്തു 15:12, പിന്നെ PACUവിലേക്ക് മാറ്റി 15:26. അപ്പോൾ നമുക്ക് ഇത്രയും ടൈം പറഞ്ഞാൽ നമുക്കിതിൽ ഏത് മതി,
നമുക്ക് സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈമും മതി. സ്റ്റാർട്ടിംഗ് ടൈം നമ്മൾ കണ്ടുപിടിച്ചു 12:26. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വെച്ച് PSUവിൻ്റെ ടൈം എത്ര പറയുന്നത്? 15:26 അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ടൈമും കിട്ടി, എൻഡിങ് ടൈമും കിട്ടി. ഇനി ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ സിയിലല്ലേ 12:26 to 15:26 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 180 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ 99,100 എന്ന് പറയുന്ന ക്വാളിഫയിങ് സർക്കംസ്റ്റാൻസസ് വെച്ചിട്ട് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറയുന്നുണ്ട് പേഷ്യൻറ്റിൻ്റെ ഏജ് അല്ലെങ്കിൽ 74 ഇയർ ഓൾഡ് മെയിലാണ്. അപ്പോൾ ഓൾഡർ ദാൻ 74 ആണ്. അപ്പോൾ അവിടെ 99,100 വേണം എന്നുള്ളത് നമുക്കറിയാം. ഈ 99,100 ഇല്ലാത്ത ഓപ്ഷനൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്തൂടെ? സോ എയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു, ബിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി ഇതിനും സിയിലും ഡിയിലും ഒരു എലിമിനേഷൻ റൂൾ ഉണ്ട്. ഈ 99,100 എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ കോഡാണ്. പ്രൈമറി ആയിട്ടോ ഒറ്റയ്ക്കോ എഴുതാൻ പറ്റില്ല. ഡി എന്ന് പറയുന്ന കോഡിൽ 99,100 പ്രൈമറി ആയിട്ടല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിയു എലിമിനേറ്റ് ചെയ്തൂടെ? അപ്പോൾ നമുക്ക് ഈസിലി തന്നെ എന്ത് ചെയ്യാൻ പറ്റി? ഉത്തരം സി ആണെന്നുള്ള കൺഫർമേഷനിലേക്ക് എത്തി. പിന്നെ ഇവിടെ P2 എന്ന് പറയുന്നൊരു മോഡിഫയർ കൊടുത്തിട്ടുണ്ട്. സോ P2 എന്ന് പറയുന്നത് മൈൽഡ് ആയിട്ടുള്ള സിസ്റ്റമിക് ഡിസീസ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് അനസ്തേഷ്യ ചാപ്റ്ററിൽ തന്നെ കാണുന്ന മോഡിഫയർ ആണ്. സോ ഈ സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ മൈൽഡ് ആണെന്ന് പറയുന്നത് കൊണ്ടാണ് അവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്? P2. അപ്പോൾ നമ്മൾ ഈ P2 നോക്കാതെ തന്നെ നമ്മൾ എന്തെത്തി? ആൻസറിലെത്തി. എന്ത് നോക്കിയിട്ടാ? 99,100 എന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് സർക്കംസ്റ്റാൻസിൻ്റെ റൂൾ അറിയാമെങ്കിൽ നമുക്ക് ഈസിലി ഈ ഒരു ഉത്തരം എടുക്കാമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതാണ്, അല്ലെങ്കിൽ ആൻസർ ഏതാണ്? സി ആണ്. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നമ്മൾ 47 എന്ന് പറയുന്നൊരു മോഡിഫയർ വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്താണ് ഉത്തരം എടുക്കാൻ പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി പഠിച്ചു അനസ്തേഷ്യ ചാപ്റ്ററിൻ്റെ കോഡിൽ 47 എന്ന് പറയുന്നൊരു മോഡിഫയർ വരില്ല എന്നല്ലേ? നോക്കി, ആ റൂൾ വെച്ചിട്ട് സി നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്തൂടെ? 0യിൽ തുടങ്ങുന്ന അനസ്തേഷ്യ കോഡിൽ 47 ഇട്ടിട്ടുണ്ട്, നമ്മൾ അത് എലിമിനേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡി എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ പറയുന്നു എയും സിയും കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ സി ഓൾറെഡി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ സി കറക്റ്റ് ആണെന്നുള്ള ഡി എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് നോക്കണോ? വേണ്ട. അപ്പോൾ നമ്മളിവിടെ സിയും എലിമിനേറ്റ് ചെയ്തു, ഡിയും എലിമിനേറ്റ് ചെയ്തു. അടുത്തത് എയും ബിയുമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു അനസ്തേഷ്യോളജിസ്റ്റിന് ചെയ്യാൻ പറഞ്ഞാൽ 0 സീരീസിൽ നിന്നും മറ്റൊരു സർജന് ചെയ്യാൻ പറഞ്ഞാൽ 0യിൽ അല്ലാത്തൊരു സീരീസിൽ നിന്ന് മാത്രമേ വരുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സർജൻ പെർഫോംഡ് സെർവിക്കൽ അപ്രോച്ച് ഈസോഫാഗോപ്ലാസ്റ്റി, അതുപോലെ തന്നെ സർജൻ പെർഫോംഡ് ബോത്ത് ദ പ്രൊസീജിയർ ആൻഡ് അനസ്തേഷ്യ എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ സർജൻ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അനസ്തേഷ്യോളജിസ്റ്റ് ഇവിടെ ഒന്നും ചെയ്തതായിട്ട് നമുക്ക് പറയുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ 0 സീരീസിൻ്റെ കോഡ് വേണ്ട. അപ്പോൾ ഈ പ്രൊസീജിയർ ചെയ്ത സർജന് അനസ്തേഷ്യ കൊടുത്തു എന്ന് കാണിക്കാൻ പ്രൊസീജിയർ കോഡിൽ 47 ഇട്ടാൽ പോരെ? അപ്പോൾ പ്രൊസീജിയർ കോഡ് 47 ഇട്ടാൽ പ്രൊസീജിയർ 47 എന്നുള്ളത് അനസ്തേഷ്യ രണ്ടും അവിടെ ഇൻക്ലൂഡഡ് ആയി. അപ്പോൾ ആ ഒരു റൂൾ വെച്ചിട്ട്, അല്ലെങ്കിൽ 47ൻ്റെ റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ബി ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ 47ൻ്റെ റൂൾ വെച്ചിട്ടാണ് എലിമിനേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മളൊരു അനസ്തേഷ്യ ടൈം എങ്ങനെ ചെയ്യാം, 99,100 എന്ന് പറയുന്ന ക്വാളിഫയിങ് സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ 47 വെച്ചിട്ട് എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പെട്ടെന്ന് അനസ്തേഷ്യ കോഡുകൾ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ കണ്ടത്. സോ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക്